നമ്മുടെ ആത്മബോധത്തെ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസത്തെ പലരും പറയും അതൊരു അഹങ്കാരമാണെന്ന് പറയും. ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത് തന്നെ ഇതെൻ്റെ അഹങ്കാരമല്ല, എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയും. എന്നാൽ ആത്മവിശ്വാസം തെറ്റൊന്നുമല്ല. ഒരു പരിധിവരെ എല്ലാ മനുഷ്യർക്കും എന്ത് വേണം? ആത്മവിശ്വാസം വേണം. എന്നാൽ നമ്മൾ ഇന്ന് വ്യാഖ്യാനിക്കുന്ന താഴ്മ പലപ്പോഴും അപകർഷതയിൽ നിന്നുണ്ടാകുന്നതാണ്. പലപ്പോഴും നമ്മൾ കാണിക്കുന്ന താഴ്മ അപകർഷതയിൽ നിന്നുണ്ടാകുന്നതാണ്. അങ്ങനെയെങ്കിൽ എന്താണ് താഴ്മയെന്ന് ആദ്യം പഠിക്കണമെങ്കിൽ വ്യത്യസ്തനായ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താം. ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ, അരയിൽ തോർവാര് ധരിച്ചൊരു മനുഷ്യൻ, ഭക്ഷണം തന്നെ വ്യത്യസ്തമായ ചര്യകൾ പുലർത്തിയിരുന്ന ഒരു കഠിന ഹൃദയനായ മനുഷ്യനെന്ന് ഒറ്റ വാക്കിൽ സമൂഹം പറഞ്ഞൊരു മനുഷ്യനാണ് ആര്? യോഹന്നാൻ സ്നാപകൻ. പരുക്കനായൊരു മനുഷ്യൻ, കണ്ണിച്ചോരയില്ലാത്തൊരു മനുഷ്യൻ, താളത്തിൽ തലയറ്റുന്നത് വരെ തല ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു ഒരു മനുഷ്യൻ്റെ മുമ്പിൽ തല കുനിക്കാത്തൊരു മനുഷ്യനായിരുന്നു ആര്? യോഹന്നാൻ സ്നാപകൻ. സമൂഹം മുഴുവൻ പറഞ്ഞു ഒരച്ഛൻ്റെ മകനായിട്ട് പോലും ഇവനൊരല്പം വിനയം. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ടാൽ യാതൊരു താഴ്മയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചിലപ്പം കണ്ടുകിട്ടാനില്ല. രാജാവിൻ്റെ മുമ്പിൽ പോലും യാതൊരു ഭ്രംശവും കൂടാതെ ഉയർന്നു നിന്ന ശിരസിൻ്റെ പേരായിരുന്നു യോഹന്നാൻ്റേത്. ഇന്ന് നമ്മുടെ കുഴപ്പം നമുക്ക് ഈ ആത്മവിശ്വാസമില്ല. നമുക്കാകെ അറിയാവുന്നത് ഉയർന്നവനെ സുഖിപ്പിക്കാനാണ്, അല്ലേ? നമുക്ക് അധികാരമുള്ളവനെ, ധനമുള്ളവനെ, അല്ലെങ്കിൽ പിടിപാടുള്ള ആളുകളെയൊക്കെ കാണുമ്പം നമ്മൾ അവരുടെ മുമ്പാകെ വല്ലാതങ്ങ് വിനയപ്പെടും. അത് ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം ഈ പറഞ്ഞ താഴ്മയല്ല. മറിച്ച് എന്താണ് താഴ്മയെന്ന് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്. അവൻ ക്രിസ്തുവെ കണ്ടപ്പം, അവിടെ പറയുന്നൊരു വാചകമാണ് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടുന്ന താഴ്മ. അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. ഇതാണ് സത്തയിലുള്ള താഴ്മ, എസൻസിലുള്ള താഴ്മ. അല്ലാതെ തിരുമേനിമാരെ കാണുമ്പോൾ പഞ്ചപുച്ഛമടക്കുകയും അച്ഛന്മാരെ കാണുമ്പം പഞ്ചപുച്ഛമടക്കുകയും പിന്നെ വീട്ടിൽ ചെന്നിട്ട് പറയാവുന്നതൊക്കെ അവരെ കുറിച്ച് പറയുന്നതിൻ്റെ പേരല്ല താഴ്മ. നമുക്ക് പറയാനുള്ള ഒരച്ഛൻ ഒരു പള്ളി നല്ലതാണെന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? ഇവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരച്ഛൻ നല്ല പള്ളിയാന്ന് പറയണമെങ്കിൽ എന്താ അതിൻ്റെ ഉത്തരം? യാതൊരു ചോദ്യവും ചോദിക്കാത്ത ഒരു ജനവിഭാഗം ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം ഇപ്പം പിന്നെ ചോദ്യം മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല വേറെ. അവിടെയാണ് യോഹന്നാൻ സ്നാപകൻ നമ്മളെ പഠിപ്പിച്ചു, ദൈവം ആഗ്രഹിച്ച താഴ്മ മനുഷ്യൻ്റെ മുൻപാകെയുള്ള ആവശ്യമില്ലാത്ത വിധേയമല്ല, മറിച്ച് അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണമെന്ന ബോധമാണ്. ഇത് നമുക്കുണ്ടോ? ഈ ബോധമുള്ള ക്രിസ്തുവിനെ ധരിച്ച മനുഷ്യർ ജീവിതത്തിൽ ഈ പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പം സമൂഹം പറയും ആ പള്ളിക്കുള്ളിൽ നടക്കുന്ന ആരാധനയാണ് യഥാർത്ഥ ആരാധന. ഇനിയും വീണ്ടും പത്രോസിലേക്ക് വന്നാൽ, പത്രോസിൻ്റെ ജീവിതത്തിലാണ് ഈ ട്രാൻസിഷൻ കൃത്യമായിട്ട് നമ്മൾ കാണുക. എന്താണ് വിനയമെന്ന് ജീവിതത്തിൽ കൃത്യമായിട്ട് ഒരു ട്രാൻസിഷനിൽ കണ്ടെത്തുന്ന മനുഷ്യൻ. അത് വേറൊന്നും കൊണ്ടല്ല, പത്രോസിനെ ക്രിസ്തു വിളിച്ച നാട്ടിലോട്ട് വളരെ ത്രസിച്ചു നിന്നൊരു ശിഷ്യനാണ് പത്രോസ് ലീഹ. കാരണം എല്ലാത്തിൻ്റെ മുൻപിലാരും ആദ്യം ശുഭഹോ ഞാൻ പറയുമെന്ന് 12 പേര് പറഞ്ഞുകൊണ്ടിരുന്ന ആളുടെ പേരാണ് ശീമോൻ പത്രോസ്. അതുകൊണ്ടാണ് എവിടെയെല്ലാം സാഹചര്യങ്ങൾ പേരെടുത്ത് പറയാനുണ്ടോ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളോട് ചേർന്ന് നിൽക്കാനുണ്ടോ, അല്ലെങ്കിൽ ക്രിസ്തു ഒരു കാര്യം പറയുന്നതിന് ആദ്യം പ്രതികരിക്കേണ്ടതുണ്ടോ, അവിടെയൊക്കെ എടുത്തു ചാടി ഉത്തരം പറഞ്ഞ ഒരു മനുഷ്യൻ്റെ പേരാണ് ശീമോൻ പത്രോസ്. അത്രമേൽ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നിട്ട് ക്രിസ്തുവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, ഞാൻ ആരാണ്? നിന്റെ വിശ്വസ്തനായ ശിഷ്യനാ. പക്ഷേ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിങ്കിൽ ഇടറിപ്പോയ പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ പത്രോസിനെ കാണുന്ന വേദപുസ്തകത്തിലെ എനിക്ക് ഏറ്റവും ഹൃദ്യമായ ഒരു വേദഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം അവസാനത്തെ അധ്യായമാണ്. യോഹന്നാന്റെ സുവിശേഷം അവസാനത്തെ അധ്യായത്തിൽ ഈ നിരാശയിൽ ആണ്ടുപോയ ശിഷ്യന്മാർ വീണ്ടും തങ്ങളുടെ പഴയ ജോലിയിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് പോലെ, അല്ലേ? പുരോഹിതൻ്റെ ആശീർവാദം എന്താ? നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണങ്ങളോടും വഴിയാഹാരങ്ങളോടും കൂടെ ഇവിടെ കണ്ടതും കേട്ടതും പ്രാപിച്ചതുമായതൊക്കെ ഇനി ഒരാഴ്ചയുള്ള ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി പരമേൽപ്പിച്ചുകൊണ്ടാണ് നമ്മളെ പള്ളിക്ക് പുറത്തേക്ക്. ഇനി അത് കഴിഞ്ഞൊരു പൊതുയോഗം ഉണ്ടെങ്കിൽ അറിയാം നമ്മൾ ഇതാണോ പ്രാപിച്ചത് അല്ലയോ എന്ന്. അവിടെയാണ് കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരൊക്കെയും അവർ തങ്ങളുടെ പ്രത്യാശ പോയിപ്പോയി എന്ന് പറഞ്ഞിട്ട് വീണ്ടും പഴയ ജോലിയിലേക്ക് കടന്നുപോയി. അവിടെയാണ് ഞാൻ പത്രോസിനെ ഒന്ന് ഉള്ളറിഞ്ഞാൻ ശ്രമിക്കുക.
ക്രിസ്തുവിൻ്റെ കൂടെ നടന്നവനാ. നമ്മളും ക്രിസ്തുവിനെ അറിഞ്ഞവരൊക്കെയാ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും രസകരമായി പറയാറുണ്ട്, ഞങ്ങൾ അച്ഛന്മാർ ഭൂരിപക്ഷം പേരും നരകത്തിൽ പോകും. തുമ്പമണ്ണുകാരുടെ ഒരു സന്തോഷം കണ്ടോ? എന്തുകൊണ്ടാ? ഞങ്ങൾ ഈ കർത്താവിൻ്റെ മദ്ബഹായിൽ നിന്ന് നിങ്ങളെ നോക്കി വിളിക്കും വിശ്വാസികളുടെ ഈ നട്ടാക്കെടുക്കാത്ത നുണ കാരണമാണ് ഞങ്ങൾ പകുതി അച്ഛന്മാരും. യഥാർത്ഥത്തിൽ ഞാൻ ബോബി ജോസച്ചൻ്റെ വളരെ വലിയൊരു ആരാധകനാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, 56 വയസ്സായ എന്നെ ഭാരപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്ന ഇതാണ്, എനിക്കറിയാമെന്ന് പറയുന്ന, ചെറുപ്പത്തിൽ ആശ്രമത്തിൽ ചേർന്ന അച്ഛൻ പറയുക, എനിക്കറിയാമെന്ന് പറയുന്ന ആ കർത്താവിന് എന്നെ അറിയാവോ? ഞാൻ നിങ്ങളുടെ മുമ്പായി നിൽക്കുമ്പം ഈ ദൈവോധനമെടുത്ത് പ്രസംഗിക്കുമ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഞാൻ എന്നോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ വെറും ഒരു പ്രസംഗ തൊഴിലാളിയാണോ? ഞാൻ പരിചയപ്പെടുത്തി തരുന്ന ക്രിസ്തുവിനെ ഒരുപക്ഷെ എന്നേക്കാൾ അധികമായി അറിയാവുന്ന ജനമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. പക്ഷെ ഇത്ര ഘോരഘോരം പ്രസംഗിച്ചിട്ടും എയർപോർട്ടിൽ നിന്ന് കഴിയുമ്പം ഞാൻ പറഞ്ഞ കർത്താവിന് എന്നെ അറിയാവോ? ഇതൊരു ചോദ്യമാണ്. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ചോദിക്കണം, ഞാൻ കാണിച്ച ഈ പ്രകടനങ്ങളുടെയൊക്കെ അവസാനത്തിൽ ഞാൻ വിശ്വസിച്ചുവെന്നും ഞാൻ ഏറ്റുപറഞ്ഞ, എത്രയോ തവണയാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയതല്ലേ? കൊയറുകാരുണ്ട്, പിന്നെ നമ്മൾ അവരെ ഭരമേൽപ്പിച്ച് നമ്മൾ പിന്നെ ഊമകളെ പൊളിച്ചങ്ങ് നിൽക്കും. വിശ്വസിക്കുന്നു എന്ന് പോലും നമ്മൾ പിന്നെ പറയാറില്ല. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന കർത്താവിനോട് യഥാർത്ഥത്തിൽ നമുക്കൊരനുഭവമുണ്ടോ? അവിടെയാണ് ജീവിതത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞതിനെ ഉപേക്ഷിച്ച് കളഞ്ഞ, അത് കൈമോശം വരുത്തി ശിഷ്യരുടെ സമൂഹം ഇങ്ങനെ രാത്രിയിൽ തടാകത്തിലും കൂടെ മീൻ പിടിക്കാൻ ഇങ്ങനെ ഉലഞ്ഞു നടക്കുക. പക്ഷെ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, രാവെളുക്കുവോളം അധ്വാനിച്ചിട്ടും. ഞാനൊരു കോട്ടയംകാരനാ, കുട്ടനാടിൻ്റെ ഭാഗമാണ്. ഞങ്ങളുടെ നാട്ടിൽ പറയും, ഒരു പൂഞ്ഞാനെ പോലും, ഒരു ചെറു മത്സ്യത്തെ പോലും അവർക്ക് ലഭിച്ചില്ല. ആരൊക്കെയാ പോയത്? മത്സ്യബന്ധനത്തിൽ PhD ഉള്ളവരാ പോയത്. പക്ഷെ രാവെളുക്കുവോളം അധ്വാനിച്ചിട്ടും യാതൊരു മത്സ്യത്തെയും അവർക്ക് ലഭിച്ചില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നേ. ഈ കടലിൽ ഈ പടകിൻ്റെ അറ്റത്ത് വലിയ അമരത്ത് വലിയ പങ്കായവും വലയും പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. നിങ്ങൾ അവൻ്റെ അടുത്ത് ചേർന്ന് നിന്നേ. നമ്മുടെ ജീവിതവുമായിട്ട് കൂട്ടിയിണക്കാവുന്ന ഒരുപാട് അനുഭവങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ട്. എ ഡിസപ്പോയിൻറ്റഡ് മാൻ, എ ഡിപ്രസ്ഡ് മാൻ. ഇപ്പം നമ്മൾ ഏറ്റവും കേൾക്കുന്ന വാക്കാണ് ഡിപ്രഷൻ, അല്ലേ? കുഞ്ഞു പിള്ളേർക്ക് വരെ ഡിപ്രഷനാണ്. ഞാനീയിടെ ഞങ്ങൾക്ക് കൗൺസിലിങ്ങിന് വന്ന ഒരു അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഡിപ്രഷൻ വരാതിരിക്കാൻ എന്നാ ചെയ്യണം? അച്ഛൻ്റെ ഉത്തരം എനിക്ക് വളരെ രസകരമായിരുന്നു. രാവിലെയും വൈകിട്ടും നല്ല മണമുള്ള സോപ്പിട്ട് കുളിച്ചാൽ മതിയെന്നാണ് പറഞ്ഞേ. അപ്പോൾ ഈ ക്രിസ്ത്യാനിക്ക് ഇന്ന് എന്നാ ഈ ഡിപ്രഷൻ വരുന്നതിൻ്റെ കാര്യം അറിയാമോ? ഞായറാഴ്ച കുളിച്ചിട്ട് പള്ളി വരുന്ന എത്ര എണ്ണം ഉണ്ട് ഇവിടെ? പറയൂ, അച്ഛാ തലമുടി ഉണങ്ങത്തില്ല. അപ്പോൾ ആ ഡിപ്രഷൻ വരാതിരിക്കാനുള്ള ഒരു ഉത്തരം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്താ പറഞ്ഞ്? രാവിലെയും വൈകിട്ടും നല്ല മണമുള്ള സോപ്പിട്ട്. പിന്നെ ഒരെണ്ണം പറഞ്ഞതാണ്, കുമ്പിട്ട് എഴുന്നേക്കണം. ഡിപ്രഷൻ വരാതിരിക്കാനുള്ളതാ. അപ്പം നിങ്ങൾ പറയുക, അച്ഛാ വയറ് കാരണം. അത് പോകട്ടെ. പക്ഷേ ഈ പടകിൻ്റെ അറ്റത്തിൽ നിൽക്കുന്ന പത്രോസിൻ്റെ ജീവിതത്തിലെ ഡിപ്രഷൻ എന്നാ? ഈ പ്രയത്നങ്ങളൊക്കെ വിഫലമായിട്ട്. കാരണം ഒരു കാലത്ത് അത്ഭുതങ്ങളുടെ പങ്ക് പറ്റാൻ നിന്നവനാ. ഒരു കാലത്ത് ഈ ക്രിസ്തുവിൻ്റെ ശിഷ്യസമൂഹത്തിനെ നയിച്ചിരുന്നവനാ. ഒരു കാലത്ത് കർത്താവിൻ്റെ ഭാഗമായി നിന്നവനാ, വലങ്കയായി നിന്നവനാ. ഒരിക്കൽ സ്വർഗീയ വെളിപാട് ലഭിച്ചൊരു മനുഷ്യനാ, അല്ലേ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി മശിഹ എന്ന് പറഞ്ഞ് അതിൽ അഭിരമിച്ചൊരു മനുഷ്യനാ. ഒരിക്കൽ ഈ സമൂഹം മുഴുവൻ കാണുക കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്ക് കൂട്ടുപോന്നവനാ. എത്രയോ പേരുടെ സൗഖ്യത്തിന് സാക്ഷ്യം വഹിച്ചവനാ. പക്ഷെ ഇന്ന് പരാജയത്തിൻ്റെ പടുകുഴിയിൽ ഒന്നും സമ്പാദിക്കാൻ കഴിയാതെ ഈ പടകിൻ്റെ അറ്റത്ത് ഇങ്ങനെ വളരെ നിരാശപ്പെട്ട് പത്രോസ് നിന്നിട്ട് പത്രോസ് തിരിച്ചറിഞ്ഞു, ഞാൻ വെറും ശൂന്യനാ. നമ്മൾ ഈ പള്ളിക്കുള്ളിൽ വന്നിട്ട് നമ്മൾ വിചാരിച്ചില്ലേ, ഞാനില്ലെങ്കിൽ പള്ളി മുന്നോട്ട്? അങ്ങനെ വിചാരിക്കുന്ന പലരും ഉണ്ട്. ഞങ്ങൾ അച്ഛന്മാരും വിചാരിക്കും, ട്രാൻസ്ഫറായി പോകുമ്പം ഈ പള്ളിക്കാരുടെ സെൻഡ് ഓഫ് മീറ്റിങ്ങിലെ പ്രസംഗം കേൾക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കും, അയ്യോ ഇനിയും തുമ്പമണ്ണ് പള്ളി അടച്ചിടണം. വെറുതെയാ. അടുത്ത അച്ഛൻ വരുമ്പോൾ ഇത് തന്നെ നമ്മൾ വിചാരിക്കും നമുക്ക് ശേഷം പ്രളയം ഒന്നുമില്ല. ഇനി ഒരു കുടുംബനാഥം വിചാരിക്കുക, ഞാനില്ലെങ്കിൽ കാണാം, ഒരു കാര്യമില്ല, കുറച്ച് നാളത്തേക്ക് ഞാൻ ഗ്യാപ്പ് അങ്ങനെ കിടക്കുമെന്നുള്ളതേ ഉള്ളൂ, ജീവിതം മുന്നോട്ട് തന്നെ പോകും. എന്നാൽ ഇവിടെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞു, ക്രിസ്തുവില്ലാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും നാൾ ഏറ്റെടുത്ത അഹങ്കാരങ്ങളെല്ലാം വെറുതെയാ.
ജീവിതത്തിൽ ഞാൻ അഹംഭരിച്ച അല്ലെങ്കിൽ ഞാൻ സമ്പാദിച്ചുവെന്നും എൻ്റെ മിടുക്ക് കൊണ്ടെന്നും പറഞ്ഞ് എല്ലാം വെറുതെയാ. മനുഷ്യനെന്ന് പറഞ്ഞ് ജീവിക്ക് ഒരിക്കലും അഹങ്കരിക്കാൻ കഴിയാത്തൊരു വലിയ സത്യമുണ്ട്. എന്താണെന്നറിയാവോ? മറ്റെല്ലാ ജീവികളും ഇൻഡിപെൻഡൻ്റാണ്. ഞാനൊരു മൃഗസഖിനിയായ അച്ഛനാണ്, കല്യാണം കഴിക്കാത്ത അച്ഛനാണ്. അതുകൊണ്ട് എനിക്ക് കൃഷിയും കാര്യങ്ങളുമൊക്കെ, പോത്ത്, എരുമ, ആട്, പശു എല്ലാം ഉണ്ട് എനിക്ക്. അപ്പം എൻ്റെ ഒരു ആട് പ്രസവിച്ചു കഴിഞ്ഞ ദിവസം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് പ്രസവിപ്പിച്ചു. കാരണം തുമ്പമണ്ണി വരേണ്ടിയുണ്ട്. ഇന്നെങ്ങാനും പ്രസവിച്ചിരുന്നെങ്കിൽ ആര് പ്രസവം എടുത്തേനെ? അപ്പം അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ദിവസം പ്രസവിച്ചു. ഇപ്പം എൻ്റെ ആട്ടും കുഞ്ഞുങ്ങൾ 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ ആദ്യത്തെ ശുശ്രൂഷ മാത്രമേ അവർക്ക് എന്നെക്കൊണ്ട് ആവശ്യം. ഇപ്പം അവർക്ക് അവരുടെ അമ്മയെ അറിയാം, എവിടുന്ന് അവർക്ക് പാല് കുടിക്കണമെന്നും അറിയാം. ഇനി നോവിനച്ചനില്ലെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള വകുപ്പ്. പക്ഷേ ഈ വകുപ്പ് പറയുന്ന ഞാൻ എത്രയോ പേരുടെ സഹായം കൊണ്ടാണ് ഇന്ന് ഈ 35-ാമത്തെ വയസ്സിൽ ഈ ബലിപീഠത്തിന് മുൻപാകെ നിൽക്കുന്നത്. മനുഷ്യനോളം അഹങ്കരിക്കാൻ യാതൊന്നുമില്ലാത്ത ഒരു ജീവി വേറെയില്ല. നിങ്ങളാരെങ്കിലും പശുവിനെ വളർത്തുന്നുണ്ടോ? ഒരു പശു പ്രസവിച്ച് അതിൻ്റെ കിടാവ് ഓടി നടക്കാൻ എത്ര സമയം വേണം? പിള്ളേർക്ക് കിടാവെന്നൊക്കെ പറഞ്ഞാൽ അറിയാമോ? ഇപ്പോഴത്തെ പിള്ളേർക്ക് PUBG മാത്രമേ അറിയത്തുള്ളൂ. കിടാവെന്ന് പറഞ്ഞാൽ കാഫ്. കൂടി വന്ന 1 മണിക്കൂർ അല്ലേ? ഈ ഇരിക്കുന്ന സാധനമൊക്കെ ഒന്ന് നടക്കാൻ നമ്മൾ എത്ര കൊല്ലം നോക്കിയിരുന്നു? അപ്പ അമ്മ എന്നൊന്ന് വിളിക്കണമെങ്കിൽ അല്ലേ? വളർന്നു കഴിയുമ്പോൾ പിന്നെ അവൻ്റെ ഇടി കൊള്ളണമെന്നുള്ളത് ഇപ്പോഴത്തെ നിർഭാഗ്യം. വളരെ ഡിപ്പെൻഡൻ്റായ ഒരു ജീവിയുടെ പേരാണ് അല്ലേ? ഇൻ്റർഡിപ്പെൻഡൻ്റായ ഒരു ജീവിയുടെ പേരാണ് മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ ഈ വലിയ ഗീർവാണം പറയുന്ന പുരുഷന്മാരുൾപ്പെടെ കുഞ്ഞിലെ അങ്ങോട്ട് ജനിച്ചു വീണ് കഴിഞ്ഞ് ഏറ്റവും അവർക്ക് ആവശ്യമുള്ള ഒരാളാരാന്ന് ചോദിച്ചാൽ അമ്മയാണ്. ഞാനൊരു സന്യാസിയാണെങ്കിലും ഇപ്പോഴും എനിക്കൊരു പനി വന്നാൽ ആശുപത്രി പോകുന്നതിനേക്കാൾ എനിക്ക് ധൈര്യം എൻ്റെ അമ്മയുടെ അടുക്ക് പോകുന്ന. ഒരു മരുന്നും വേണ്ട, എൻ്റെ അമ്മ അടുത്തുണ്ടെങ്കിൽ എനിക്കൊരു വലിയ, ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ ആദ്യം അമ്മ കയ്യെ പിടിച്ച് നടക്കാൻ അമ്മ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തന്നു. സ്കൂളിൽ കൊണ്ടുവിടുമ്പം നമ്മൾ അമ്മയുടെ സാരി തുമ്പെ പിടിച്ചുകൊണ്ടാണ് നടന്നത് അല്ലേ? ഇപ്പോൾ സാരിയൊക്കെ മാറി ചുരിദാറിൻ്റെ തുമ്പെ പിടിച്ചു. ഇപ്പം ഇനി വരും കാലത്ത് ജീൻസിൻ്റെ തുമ്പെ പിടിക്കേണ്ടി വരും. പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കുറച്ചങ്ങോട്ട് വളർന്നു കഴിഞ്ഞ് മീശയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് മനസ്സിലായി ഇനി ഈ ചുരിദാറെ മാത്രം പിടിച്ചിട്ട്, അപ്പോഴാണ് കാണാൻ കൊള്ളാവുന്ന മറ്റു ചുരിദാറുകൾ കാണുമ്പോൾ നമ്മൾ അവത്തെ മരണം വരെ മറ്റാരുടെയെങ്കിലുമൊക്കെ ഒരു തണലും താങ്ങും നമുക്ക് ആവശ്യമാണ് അല്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കല്യാണം കഴിക്കേണ്ട അച്ഛാന്നാ. അപ്പം അവരെന്നോട് പറയുമ്പോൾ ഞാൻ എന്നാ മറുപടി പറയും? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം ഞാനവരോട് പറയുന്നൊരു കാര്യമാണ്, 40 വയസ്സ് വരെയൊക്കെ നമ്മുടെ യൗവനത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ നമുക്ക് പറയാം എനിക്കാരും. പക്ഷെ ആരോഗ്യം ക്ഷയിക്കും. ആരോഗ്യം ക്ഷയിക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ മനസ്സ് തളരില്ലേ? അന്ന് നമുക്ക് കൂട്ടുപോരാൻ ചിലരെ നേടാനായിരിക്കണം ഈ 40 വയസ്സ് വേണ്ടേ? ഈ ജീവിതാന്തസ്സിൽ നമ്മളങ്ങനെ എത്ര പേരെ, അവിടെയാണ് ഞാൻ പറയുന്നത് ഐ എം എ സെൽഫ് മെയ്ഡ് എന്ന് പറയാൻ ആരെക്കൊണ്ടും സാധ്യമല്ലാതിരിക്കുകയും ക്രിസ്തു എന്തിനാണ് ഇങ്ങനെ നമ്മളെ രൂപപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ മനുഷ്യന് ഈ ബോധം അവസാനം വരെ ഉണ്ടായിരിക്കണം. എനിക്ക് ചിലരെ ആവശ്യമുണ്ട്. എന്നാൽ പത്രോസ് പറഞ്ഞു എന്നെ കൊണ്ട് ക്രിസ്തുവിനായിരുന്നു ആവശ്യം. ഇത്രയും നാൾ അവൻ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അവൻ തിരിച്ചറിഞ്ഞു ഞാൻ ഏതുമല്ല എന്നും, ക്രിസ്തുവില്ല എങ്കിൽ ഞാൻ വെറും വട്ടപൂജ്യമാണെന്നും ആ കടലിൻ്റെ നടുവിൽ ആ രാവിൽ അവൻ തിരിച്ചറിഞ്ഞ വലിയ സത്യമാണ്. കാരണം ഇത്രയേറെ നന്മാനുഭവങ്ങളിലൂടെ എൻ്റെ കയ്യെ പിടിച്ച് നടന്നവനാ. പക്ഷെ ഞാൻ പിന്നോട്ട് മാറിയപ്പം, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ പാട്ട് പാടിയത്. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പം എൻ്റെ ആത്മാവിനോട് പറഞ്ഞ അടുത്ത വാചകമാ, ഇനി പിന്നോട്ടൊരു യാത്ര ഇല്ല. ഇനി പിന്നോട്ടൊരു യാത്രയില്ല. അവിടെയാണ് പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായൊരു മാറ്റം. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇന്നലെ രാത്രി 1 മണി വരെ ഇരുന്നാണ് ഈ പ്രസംഗം തയ്യാറാക്കിയത്. എൻ്റെ പുതിയ പ്രസംഗമൊന്നുമല്ല, പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്കിതങ്ങോട്ട് എഴുതിയപ്പോഴെല്ലാം എൻ്റെ കണ്ണ് നിറഞ്ഞു. വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെ ഉപേക്ഷിച്ച് പോയ പത്രോസിൻ്റെ ഉള്ളമറിയുന്ന ഒരു കർത്താവിനെയാണ് യോഹന്നാൻ കാണിച്ചു തരുന്നത്. ഉദ്ധാനത്തിൻ്റെ നാളുകളിൽ ഈ അധ്വാനത്തിൽ പരാജയപ്പെട്ടു പോയ പത്രോസിൻ്റെയും സഹശിഷ്യന്മാരുടെ അടുക്കലേക്ക് ആര് വരുന്നുണ്ട്? കർത്താവ് വരുന്നുണ്ട്. കർത്താവിൻ്റെ ഒരു ശബ്ദം ഇവരോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും നിങ്ങളുടെ കയ്യിൽ? നിങ്ങളെല്ലാ ഈ വെല്ലുവിളിക്കാരോടും കർത്താവ് ചോദിക്കും, ഇത്രയും വർഷം ഈ പള്ളി പോയിട്ട് നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? നിങ്ങൾ എന്നാ പറയും?
ഒരു വാഴയ്ക്കായും ഇല്ല. എന്ത് ചെയ്യാം? ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാന കണ്ടു, ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഞങ്ങളെ കൊണ്ട് പിടിക്കാവുന്നതല്ല ഞങ്ങളവിടെ അലങ്കരിക്കാവുന്ന സ്ഥാനങ്ങളൊക്കെ. അവിടെയാണ് ഈ ചോദ്യം, വളരെ വളരെ കഠിനമായൊരു ചോദ്യം. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും കയ്യിലുണ്ടോ? അവർ പറഞ്ഞു ഇല്ല. അടുത്ത വാചകം ഇതാണ്, നിങ്ങൾ വലതുവശത്തേക്ക് വലയിറക്കുവിൻ. പിന്നീട് അവരുടെ ശ്രദ്ധ ഉലഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ടാ? അവർക്ക് മനസ്സിലായി വല മുഴുവൻ മത്സ്യമാണ്. ഇനി ഈ മത്സ്യത്തിലേക്കല്ല അവർ നോട്ടം, ഇത് പറഞ്ഞ് സ്വരം ഇവിടെ നിന്ന. അവിടെയാണ് കർത്താവിൻ്റെ ചങ്കിൽ ചാരിക്കിടന്ന ഒരു ശിഷ്യൻ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, അത് നമ്മുടെ കർത്താവാണ്. ഒരിക്കൽ നമ്മൾ നഷ്ടം വരുത്തിയ, നമുക്ക് കൈമോശം വന്ന, ജീവിതത്തിൽ പരാജയപ്പെട്ട് നമ്മൾ നിൽക്കുമ്പം നമ്മളെ തേടി വന്ന, വീണ്ടും നമ്മൾ വിജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കർത്താവാണ് ആ നിൽക്കുന്നത്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, പിന്നെ പത്രോസ് ഒന്നും നോക്കിയില്ല, എടുത്തു ചാടി ഒരു സ്നാനമാണ്. പക്ഷെ കരയിലോട്ട് വന്ന പത്രോസിന് ഒരു എഴുത്തുകാരൻ പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കാൻ പറ്റിയില്ല. ഒറ്റയടിക്ക് എങ്ങനെയാണ് നോക്കുക? പത്രോസിന് കർത്താവിൻ്റെ മുഖത്തേക്ക് ഒറ്റയടിക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് നിങ്ങൾ ഓർത്തോണം, ഹൗ ജീസസ് ഡീൽ വിത്ത് അസ്. യേശു ക്രിസ്തു നമ്മളോട് സമീപിക്കുന്നത് എങ്ങനെയാ? ഇത്രയും നാൾ തന്നിൽ തന്നെ അഭിരമിച്ചിരുന്ന പത്രോസ് ശൂന്യനായി. ഇനി ഫിസിക്കലി നോക്കിയാൽ തന്നെ അരയിലുണ്ടായിരുന്ന ഒരു ചെറു വസ്ത്രം പോലും ഉപേക്ഷിക്കപ്പെട്ടവനായി, മുഴുവൻ തങ്ങളെ തന്നെ നഗ്നമാക്കി പത്രോസ് ഇങ്ങനെ നിൽക്കുമ്പം, ശൂന്യനായി നിൽക്കുമ്പം, പത്രോസിനെ പേരെടുത്ത് കർത്താവ് വിളിക്കുന്നുണ്ട്, ബെറിയോന ശിമോനെ. ചോദ്യം ഇതാണ്, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ ചോദ്യം ഇതാണ്, ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ പറയും, പത്രോസ് ചങ്കത്താഞ്ഞിടിച്ചു കാണും. കാരണം എന്നാ? ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയാണ് അവൻ ഒളിഞ്ഞും തെളിഞ്ഞും നടന്നത്. കാരണം ആ രാത്രിയിൽ അവൻ തിരിച്ചറിഞ്ഞൊരു വലിയ സത്യമുണ്ട്, എൻ്റേതെന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ ഈ ജീവിതത്തിൽ എനിക്കേതുമില്ല. ഉണ്ടോ? എന്നാൽ ഞാൻ നഷ്ടപ്പെടുത്തിയതിനെ എങ്ങനെ പുനഃസ്ഥാപിക്കും? ഈ ആശങ്കയിലായിരുന്നവൻ്റെ അടുക്കലേക്ക് ക്രിസ്തു വന്നിട്ട് അവനോട് ചോദിച്ചൊരു ചോദ്യം. ഈ പള്ളി എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ തുമ്പവൻ പള്ളിയിലേക്ക്, വലിയ പള്ളിയിലേക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പം ആ മറ വലിച്ച ത്രോണോസിലേക്ക് നോക്കുമ്പം കർത്താവ് ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, എന്നെ തൊട്ടതാരാ? ഒരുപാട് പേര് പള്ളി വന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ കർത്താവിനെ തൊട്ട എത്ര പേര് കാണും? രണ്ട്, ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒരു വട്ടമല്ല ചോദിച്ചത്, 3 വട്ടം തള്ളിപ്പറഞ്ഞവൻ്റെ മനസ്സിന് അവന് തന്നെ പൊറുക്കൻ കൊടുക്കാൻ, അല്ലെങ്കിൽ അവനെ തന്നെ ഒന്ന് സുസ്ഥിരപ്പെടുത്താൻ 3 ആവർത്തി ചോദിച്ചു. ഞാനിങ്ങനെ മനസ്സിൽ സങ്കല്പിക്കും, 3ാമത്തെ ആവർത്തി പറഞ്ഞപ്പം ഒരുപക്ഷെ പത്രോസ് കർത്താവിനെ അങ്ങ് വട്ടം കെട്ടിപ്പിടിച്ചിട്ട് ഞെരുക്കി കാണും. കർത്താവേ, ഞാൻ നിന്നെ. ഇനി ഇതിൻ്റെ പൊരുളെവിടെ അറിയുന്നതെന്നറിയാവോ? ഇതാണ് താഴ്മ. തന്നെ തന്നെ ക്രിസ്തുവിൽ അലിയിച്ചു ചേർത്ത പത്രോസിനെ വീണ്ടും നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികളിലാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ശൂന്യനായി തീർന്ന പത്രോസ്, ഇപ്പം അവന് ഘനമേതുമില്ല, അഹങ്കരിക്കാൻ ഏതുമില്ല, ഘനമേതുമില്ലാത്ത സ്നേഹം മാത്രമുള്ളിലുള്ള ഒരു ശൂന്യനായ മനുഷ്യൻ. അവരങ്ങനെ ശിഷ്യന്മാരെല്ലാം മാളയിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പം ഒരു അഗ്നി അവരുടെ മേൽ ഇറങ്ങിയെന്നാണ് വേദപുസ്തകം. പത്രോസിൻ്റെ ആദ്യ പ്രസംഗം എന്താ? പത്രോസിൻ്റെ ആദ്യ പ്രസംഗം ധൈര്യമുള്ള അപ്പോസ്തല പ്രവർത്തികളിലെ ആദ്യത്തെ പ്രസംഗമാണ്. എനിക്ക് തരാൻ മറ്റൊന്നുമില്ല, ഉള്ളത് ക്രിസ്തുവത്രേ. ഇത്രയും നാൾ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ, അല്ലേ, പൊസസീവ് പ്രോനൗൺ ആയിരുന്നു. ഇന്ന് നമ്മൾ പറയുക, ഇനി കർത്താവ് മാത്രം, ഇനി കർത്താവ് മാത്രം. ഇതിൻ്റെ പേരാണ് ദൈവം ആഗ്രഹിക്കുന്ന താഴ്മ. നിങ്ങൾ ഈ പള്ളി വന്ന് പ്രാർത്ഥിക്കുമ്പം നിങ്ങൾക്കുണ്ടാകേണ്ടുന്ന ബോധ്യവും താഴ്മ ഇതായിരിക്കണം. ഐ എം എ സെൽഫ് മെയ്ഡ് മാൻ എന്ന് പറയാനല്ല. അപ്പോൾ നിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. എനിക്ക് ഈ അടുത്തിടെ ഒരു അബദ്ധം പറഞ്ഞു. ഞാൻ എൻ്റെ 29ാമത്തെ വയസ്സിൽ കിഡ്നി കൊടുത്തൊരച്ഛനാണ്, ഡൊണേറ്റ് ചെയ്തൊരച്ഛനാണ്. അപ്പോൾ എൻ്റെ ഒരു ധാരണയായിരുന്നു, അത്ര നല്ല പാർട്ടിയൊന്നുമല്ല, ദേഷ്യവും കോപവും ക്രോധവും ഒക്കെ ഉള്ള ഒരു സാധാരണ അച്ഛനാണ് ഞാൻ.
പക്ഷേ എനിക്കൊരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു, ഈ കിഡ്നി ഇല്ലാത്ത ഗ്യാപ്പ് ചിലപ്പോൾ കർത്താവിനെ സ്വർഗത്തിലോട്ട്. അപ്പോഴാണ് ഞാനൊരു പുസ്തകം വായിച്ചത്, നിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് മാത്രം നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമോ? ഇല്ല, അതിനെ ഒരു മേമ്പൊടി ആവശ്യം. എന്താണെന്നറിയാമോ? അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കൃപ. നിൻ്റെ ജീവിതത്തിന്മേൽ ദൈവം ഇങ്ങനെ കടുക് താളിക്കുന്ന പോലെ താളിച്ചൊഴിക്കുന്ന ഒരു വലിയ രഹസ്യത്തിൻ്റെ പേരാണ് കൃപ. അവിടെയാണ് ഈ പള്ളി വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, അപ്പാ നിൻ്റെ മുൻപാകെ ഏതുമല്ലാത്ത ഞാൻ എന്നെ തന്നെ താഴ്ത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ഇതുവരെയും നടത്തിയ നടത്തിപ്പിൻ്റെ മുൻപാകെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ശൂന്യനാക്കപ്പെട്ട ഏതുമില്ലാത്തവനായി നിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളറിയാത്ത അത്ഭുതം നിങ്ങളുടെ ദൈവം സാധ്യമാക്കും. ഒന്നാം ഭാഗം ഞാൻ വിടുകയാണ്. എന്തിനാണ് ദേവാലയം എന്ന് ചോദിച്ചാൽ, തങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിന്, ടു മെയിൻറ്റെയിൻ എ കവനൻ്റൽ റിലേഷൻ വിത്ത് ഗോഡ്. 2, സീക്ക് മൈ ഫേസ്. രണ്ടാമത് യഹോവയായ ദൈവം ശലോമോൻ മുഖാന്തരം പറയുകയാണ്, എൻ്റെ മുഖം അന്വേഷിക്കണം. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വന്നാലും കുഴപ്പമില്ല, എട്ടകാലാവുമ്പോഴേ തീർക്കത്തുള്ളൂ. എൻ്റെ മുഖം അന്വേഷിക്കണം. ഇന്ന് പല രീതിയിലുള്ള ആത്മീയതകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തെ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മളിങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് മതം വേണ്ടാത്ത ഒരു തലമുറയും നമുക്ക് വരുന്നുണ്ട്. ഞാൻ അതിശയപ്പെടുക, ഇത്രയും കുഞ്ഞുങ്ങൾ ഈ പള്ളി വന്നിരിക്കാനുള്ള കാര്യം എന്നാ? നിങ്ങൾക്ക് സത്യത്തിൽ താല്പര്യം കൊണ്ട് വന്നാണോ? നുണ പറയരുത് എന്നോട്. അപ്പനും അമ്മയും ചിലപ്പോൾ നിർബന്ധിച്ചതുകൊണ്ട്, സമൂഹത്തെ ഭയന്നിട്ട്, അല്ലേ? യുവജന പ്രസ്ഥാനക്കാരാണ് ഇത് നടത്തുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇത് നിർവഹിക്കുന്ന യുവജന പ്രസ്ഥാനക്കാരുടെ ജീവിതത്തിൽ ഒരു പരിമരത്തിന്മേൽ നടന്നതുപോലെ, അല്ലേ? എനിക്കൊന്ന് ഇന്നലെ എൻ്റെ സഹോദരനാന്ന് തോന്നുന്നു സ്വാഗതം പറഞ്ഞു, അജിനച്ചൻ സ്വാഗതം പറഞ്ഞു പരിമലയിലേക്കുള്ള നടത്തത്തിൻ്റെ പേരല്ല പരിമല തീർത്ഥയാത്ര ആണോ? അങ്ങനെയാണോ അച്ഛൻ പറഞ്ഞേ? ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. ഞാനും ലൈവ് കുറച്ച് കേട്ടു, അല്ലേ? പരിമലയ്ക്ക് നടക്കാൻ വലിയ ഇഷ്ടമാണ് നമുക്ക്. ഞാനും എല്ലാ കൊല്ലവും നടക്കും. തോർത്തൊരെണ്ണം മേടിച്ച് തോളയിലിടും, ഒരു ചെരുപ്പ് മേടിക്കും. നാട്ടുകാരെ മുഴുവൻ നമ്മുടെ ആ വിഷമം മുഴുവൻ നമ്മൾ കാണിച്ചാണ്. അവിടെയാണ് പരിമലയിലേക്കുള്ള നടത്തത്തിൻ്റെ പേരല്ല പരിമല തീർത്ഥയാത്ര. പരിമല തിരുമേനി നടന്നതുപോലെയുള്ള നടപ്പിൻ്റെ പേരാണ് പരിമല തീർത്ഥയാത്ര. അങ്ങനെയെങ്കിൽ എൻ്റെ മുഖം അന്വേഷിപ്പിനെന്ന് യഹോവയായ ദൈവം തന്നെ പറഞ്ഞതിൻ്റെ കാരണം എന്നാ? ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ ഒരു വലിയ ക്വാളിറ്റി, അല്ലെങ്കിൽ ഒരു വലിയ സത്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നോക്കുന്നവരാ, അറിഞ്ഞോ അറിയാതെയോ. വി ആർ ജസ്റ്റ് സീക്കിംഗ് ഹിസ് ഹാൻഡ്സ്, വാട്ട് ഹി ക്യാൻ ഡു. അവൻ എന്താണ് ചെയ്യാൻ കഴിയുന്നത്, അല്ലേ? നിങ്ങളെന്നോട് സത്യസന്ധമായിട്ട് പറയും, നിങ്ങൾ അങ്ങനെയല്ലേ പള്ളി പ്രാർത്ഥിക്കുന്നത്? നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ട്. ഞാൻ തന്നെ മുമ്പേ പറഞ്ഞു, എൻ്റെ ആട് ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ കൈകളിലേക്കാണ് നോക്കുന്നത്, പ്രവർത്തിക്കാൻ കഴിയുന്ന അവൻ്റെ കൈകളിലേക്ക്. സീക്ക് ഹിസ് ഹാൻഡ്സ്. എന്നാൽ കർത്താവ് പറയുകയാണ്, നോട്ട് മൈ ഹാൻഡ്സ് ബട്ട് മൈ ഫേസ്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഹൂ ഹീസ്, അവനാരെന്ന് ബോധ്യപ്പെടേണ്ടതിന് അവൻ്റെ മുഖത്തേക്ക് നോക്കണം. ഒരു കഥ പറയാം. കുഞ്ഞുങ്ങളെ എല്ലാവരെയും രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു, കൊട്ടാരം കാണാൻ. കുഞ്ഞുങ്ങൾക്ക് വലിയ കൗതുകമായി. OVVSലെ കുഞ്ഞുങ്ങളെല്ലാം കൊട്ടാരം കാണാൻ പോയി. കൊട്ടാരം കണ്ടിങ്ങനെ അത്ഭുതം കോരി കുഞ്ഞുങ്ങളിങ്ങനെ നിൽക്കുമ്പം രാജാവ് പറഞ്ഞു, പിള്ളേരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരാം. എന്താണ് ഓഫർ? നിങ്ങളിവിടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിരിക്കും എന്ന് പറഞ്ഞു. നമ്മുടെ പിള്ളേരല്ലേ, വെറുതെ വിടുവോ? രാജാവിൻ്റെ കിരീടം ചൊങ്കോലും തൊട്ടിരിക്കുന്ന സിംഹാസനം വരെ അമ്മമാർ പിടിച്ചു. എന്നാൽ ഓട്ടിസം ബാധിച്ച സാധാരണ കുഞ്ഞുങ്ങളുടെ ബുദ്ധി നിലവാരമില്ലാത്തൊരു കുഞ്ഞെന്നാ ചെയ്യുന്നതെന്നറിയാവോ? ഓടിച്ചെന്ന് രാജാവിനെ അങ്ങ് വട്ടം കെട്ടിപ്പിടിച്ചു. ഇതിലാർക്കാണ് ബുദ്ധി? രാജാവ് പോന്നാൽ ഖജനാവ് പോരുമെന്ന ബോധ്യമുള്ളവനായിരുന്നു യഥാർത്ഥ ബുദ്ധിമാൻ. നമ്മളെങ്ങനെയുള്ളവരാ? നമ്മൾ ആവശ്യങ്ങളുടെ മേൽ മാത്രം. ഞാൻ പറഞ്ഞു തേഞ്ഞത്, എന്നാലും അത് അന്വർത്ഥം വന്നൊരു കഥ. ഞാൻ അടുത്തുള്ള ഒരു പള്ളി പ്രസംഗിക്കാൻ പോയി, കുർബാനയോട് ചേർന്നായിരുന്നു. അപ്പം ഞാൻ
ഒരു അവിവാഹിത പട്ടക്കാരനായതുകൊണ്ട് കറുത്ത കുപ്പായം കുരിശും ധരിച്ചിട്ടുണ്ട്. അപ്പം എന്നെ മൊത്തത്തിൽ കണ്ടിട്ട് ഒരു കടമറ്റം കത്തനാർ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞ് കുറേ ആളുകൾ ഇങ്ങനെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പം അടുത്ത് വന്നവരോടൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥനാവശ്യം കൂടി ചോദിച്ചു. അപ്പം കുറേ ചെറുപ്പക്കാരതിനകത്തുണ്ട്, നല്ല സുമുഖരായ ചെറുപ്പക്കാർ. അപ്പോൾ അവരെല്ലാം വന്ന് പറഞ്ഞു, ഇതാണ് അച്ഛാ, കല്യാണം നടക്കാൻ അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. അക്കൂട്ടത്തിൽ വളരെ സുമുഖനായ, വെള്ളയിട്ട നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നുണ്ട്. അവൻ്റെ കയ്യിൽ ഒരു സ്വർണത്തിൻ്റെ ചെയിൻ ഉണ്ടായിരുന്നു. അവൻ ദൂരെ നിന്ന് വന്നപ്പോഴേ സ്പ്രേയുടെ മണം അടിച്ചപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. അവനൊരു ഗൾഫുകാരനാണ്, ദുബായിൽ ജോലിയുള്ള 33 വയസ്സുള്ള ഒരു എഞ്ചിനീയർ. അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ കൊച്ചച്ച, എൻ്റെ പൊന്നച്ച, അച്ഛൻ്റെ സർവ്വശക്തി എടുത്തൊന്ന് പ്രാർത്ഥിക്കണം, പെണ്ണ് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ ആർക്കും കല്യാണം ആലോചിക്കാറില്ല, അധികം കെട്ടിച്ചിട്ട് പോലുമില്ല, പേടിയാണ്. ഞാൻ അവനോട് ചോദിച്ചു, എന്താ ഡിമാൻഡ്? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, പ്രത്യേകിച്ച് ഡിമാൻഡൊന്നും ഇല്ല, കാണാൻ നല്ലതായിരിക്കണം, നല്ല കുടുംബമായിരിക്കണം, അത്യാവശ്യം വിദ്യാഭ്യാസം വേണം, ദൈവഭയം ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ കഴുത്തേ കിടന്നത് അടിക്കുരിശെടുത്ത് കാണിച്ചിട്ട് അവനോട് ചോദിച്ചു, ഇങ്ങനെ ഒരെണ്ണത്തിനെ കണ്ടിരുന്ന പിന്നെ ഞാൻ ഈ കുരിശ് വിട്ടുകൊണ്ട് നടക്കുമായിരുന്നോ? പ്രാർത്ഥിക്കാൻ നമുക്കെല്ലാവർക്കും എന്തുണ്ട്? മറ്റേ തിരിയുടെ പരസ്യം പോലെ പ്രാർത്ഥിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എവിടെ ഓർത്തേ, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ആഗ്രഹിച്ചിട്ട് ദേവാലയത്തിലേക്ക് വന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? എൻ്റെ ആത്മാവിനെ തൊടുന്ന, എൻ്റെ ജീവിതത്തിന് കൂട്ടുപോരുന്ന, അതല്ലേ പഴയ നിയമത്തിലെ ഏറ്റവും മനോഹരമായൊരു ഫ്രൈസ് ഏതാണെന്ന് ഞാൻ പറയും, പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും. വെട്ടം കൊടുത്തു എന്നുള്ളതല്ല, 24 മണിക്കൂറും എന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു നിതാന്ത സാന്നിധ്യമായി എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് പഴയ നിയമത്തിലെ ജനം പറഞ്ഞ വാക്കാണത്. പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ എത്ര പേര് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്? നമ്മൾ പ്രാർത്ഥിച്ചു ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി. അവിടെയാണ് സീക്ക് മൈ ഫേസ് നോട്ട് മൈ ഹാൻഡ്സ് എന്ന് പറയുന്നിടത്ത് ദേവാലയം രണ്ടാമത് യഹോവയായ ദൈവം ആവശ്യപ്പെടുന്ന രണ്ടാമത്തെ കാര്യം, എൻ്റെ മുഖം അന്വേഷിപ്പീൻ. അതിന് പുതിയ നിയമത്തിലെ ഒരു ഉദാഹരണം ഞാൻ പറയാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 48 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു രാജഭൃത്യൻ യേശുവിനെ സമീപിക്കുന്നു. അവൻ്റെ മകൻ മരിക്കാറായി കിടക്കുന്നു. ഒരു ശതാധിപൻ വേറെ ഉണ്ട്, ക്ലാഷായി പോകരുത്. ക്ലാഷൊന്നും ആകത്തില്ല, ഞങ്ങൾക്ക് അങ്ങനെ വേദപുസ്തകം വായിച്ച് ശീലമില്ലാത്ത ക്ലാഷൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെയാണോ? വേദപുസ്തകം കൊണ്ടുവന്നവർ എത്ര പേരുണ്ട്? ഞാൻ കോട്ടയംകാരനാണെങ്കിലും വടക്കൻ ഭദ്രാസനങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്നവരാണ്. അച്ഛാ, പറ്റുകയാണ് ഇവരെ ടൂറിന് കൊണ്ടുവരേണ്ട ഒരു സ്ഥലമുണ്ട്. എവിടെയാണെന്നറിയോ? പെരുമ്പാവൂർക്ക് കൊണ്ടുവരണം. രാവിലെ വരണം, വണ്ടി വിളിച്ച് പെരുമ്പാവൂർ. അവിടെ വന്നാൽ കാണാം, പണിക്ക് വന്ന ബംഗാളിയുടെ കയ്യിൽ പോലും എന്നാ കാണും? ഒരു കൈക്കോട്ട് കാണും. ഇനി ഞാൻ കൂടുതൽ വല്ലതും പറയണോ? അച്ഛൻ ടൂറിന് വിളിക്കുകയാണെങ്കിൽ വരണം, മീൻ പാറയുന്ന കഞ്ഞി ഞാൻ തരാം. ഈ വേദഭാഗം സുപരിചിതമാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. രാജഭൃത്യനാണ് വരുന്നത് തൻ്റെ മകൻ്റെ സൗഖ്യത്തിന് വേണ്ടി. അവൻ വന്നിട്ട് അവിടെ ചെയ്യുന്ന ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ചിന്തനീയമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും. ഇത് നോബിനച്ചൻ കുത്തിയിരുന്ന ഭാവനയെ കണ്ടുപിടിച്ചതല്ല. സ്വർണ്ണനാവുകാരനായ ഈവാനിയോസ് യോഹന്നാൻ്റെ ഭാഷ്യം എഴുതിയതിപ്പം അതിനകത്ത് പറയുന്നൊരു വാക്യമാണ്, സീക്ക് മൈ ഫേസ് നോട്ട് മൈ ഹാൻഡ്സ് എന്നുള്ളതിന് മനോഹരമായ ഉദാഹരണമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, രാജഭൃത്യൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ മരിക്കാറായി കിടക്കുക, അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ വേഗത്തിൽ എൻ്റെ ഭവനത്തിലേക്ക് വരണം. ഏറ്റവും പയ്യെ നടന്ന ഒരു മനുഷ്യൻ്റെ പേരാണ് കർത്താവ്. 3 miles an hour എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെയുണ്ട്. ഏറ്റവും പതുക്കെ നടന്നൊരു മനുഷ്യൻ. അവിടെയാണ് പറയുന്നത്, എൻ്റെ മകൻ മരിക്കാറായി കിടക്കുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വരണം. ഇങ്ങനെ തൻ്റെ മകൻ മരിക്കാറായതുകൊണ്ട്, എൻ്റെ പൈതൽ മരിക്കാറായതുകൊണ്ട് നീ അതിവേഗത്തിൽ വന്ന് അവൻ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു സൗഖ്യം വേണമെന്ന് ശഠിക്കുന്ന രാജഭൃത്യനെ വേദപുസ്തകം പരിചയപ്പെടുത്തുമ്പം യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലൂടെ പറഞ്ഞവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവ് അവനോട് പറയാതെ പറയുന്നൊരു കാര്യം, മകൻ മരിച്ചു പോയാൽ അവന് ജീവൻ തരാൻ കഴിയുന്നൊരു കർത്താവാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നീ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇതാണ് കർത്താവിൻ്റെ പ്രതികരണം. ഇവൻ്റെ ആഗ്രഹം മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ
കാരണം അത്രയ്ക്ക് മാത്രമേ അവൻ ക്രിസ്തുവിനെ മനസ്സിലാക്കിയുള്ളൂ, ഒരു വൈദ്യൻ എന്ന നിലയിൽ. അവിടെയാണ് അവന് മരണത്തിനപ്പുറം ജീവൻ പ്രദാനം ചെയ്യാൻ കഴിയുന്ന സൃഷ്ടാവായ ദൈവമാണ് നിൽക്കുന്നതെന്ന ബോധ്യം ആ സമൂഹത്തിലെ ആ മനുഷ്യനുണ്ടായിട്ടില്ല. നമുക്കുമില്ലാതെ പോകുന്ന ബോധ്യം ഇതാ: നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം നമ്മൾ നനയ്ക്കുന്നതിലും ഉദ്ദേശിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിനും ഉപരിയായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവിടെ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നൊഴിയാതെ കാര്യങ്ങളിങ്ങനെ ഞങ്ങൾക്ക് പ്രതിസന്ധികളായിട്ട് വരികയാണ്, എത്ര പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല, ഈ പ്രവർത്തിക്കുന്ന ദൈവം എവിടെ, ഉറങ്ങിപ്പോയോ? ഇല്ലേ? ഇങ്ങനെ ചിന്തിച്ച അനേകർ വേദപുസ്തകത്തിലുമുണ്ട്. അവിടെയാണ് ദൈവത്തിൻ്റെ സമയം നമ്മുടെ സമയമല്ല. ഈ പ്രസംഗം യൂട്യൂബിൽ വരുന്നതുകൊണ്ടുള്ള ഒരു വലിയ ബാധ്യത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കേട്ട് കുറേ ആളുകൾ, ഒരു പരിചയമില്ലാത്ത ആളുകൾ നമ്മളെ വിളിക്കും. ഞാനതിൽ ആനന്ദിക്കുന്ന ഒരു മനുഷ്യനും കൂടിയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു പരിചയമില്ലാത്ത മനുഷ്യരാ, പക്ഷെ സഹോദരങ്ങളെപ്പോലെ പറയുന്നൊരു കാര്യം വെച്ചാൽ പ്രാർത്ഥിക്കണം. ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ ഇങ്ങനെയുണ്ട്, ഒരുപാട് സങ്കടകരമായ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. എങ്ങനെ പരിഹരിക്കുമെന്ന്, ഞാൻ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ എങ്ങനെ മറികടക്കുമെന്ന് എനിക്കറിയാത്ത പ്രാർത്ഥനാ വിഷയങ്ങൾ. ഞാൻ രാത്രിയിൽ ഇവാനിസ് തിരുമേനിയുടെ ഒരു ശിഷ്യനായതുകൊണ്ട് കൊന്ത നമസ്കാരം നിർവഹിക്കും. ഞാൻ ആ സമയത്തൊക്കെ ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കും. പക്ഷെ കുറേ പ്രാർത്ഥിച്ചിട്ടും ചിലരുടെ ഈ അത്യാഹിതമായ സാഹചര്യങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, എന്തേ ഇതിനൊരു മാറ്റം വരുത്തി കൊടുക്കാത്തത്? അവിടെ എനിക്ക് ദൈവം തന്ന ഉത്തരം ഇതാണ്: പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ചിലപ്പോൾ മാറ്റം ഉണ്ടാകത്തില്ല, ശടിച്ചിട്ട് കാര്യമില്ല, പക്ഷെ പ്രാർത്ഥിച്ച് നമുക്കൊരു മാറ്റം ഉണ്ടാകും, നിശ്ചയം. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മാറ്റമുണ്ടായെന്ന് വരത്തില്ല, പക്ഷെ പ്രാർത്ഥിച്ച് നമുക്കൊരു മാറ്റം നിശ്ചയമായും ഉണ്ടാകും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മഹാപരിശുദ്ധൻ. ജീവിതത്തിൽ തനിക്ക് വേണ്ടി തന്നെ ഒന്നും യാചിക്കാത്ത, അച്ഛനത് ഓർമ്മപ്പെടുത്തി. പരിമലത്തിരുമേനിയുടെ കബറടക്ക സമയത്തെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് പരിമലത്തിരുമേനിയാണോ എന്ന് നമ്മൾ ആശങ്കപ്പെടുമാറ് ജീവിതത്തിൽ സ്വന്തം ശരീരത്തെ ക്ഷീണിപ്പിക്കുകയും ആത്മാവിനെ പ്രശോഭിപ്പിക്കുകയും ചെയ്തൊരു മനുഷ്യൻ പറയാതെ പറഞ്ഞ പൊരുളിതാ. ചിലപ്പം പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മാറ്റമുണ്ടായെന്ന് വരത്തില്ല, പ്രത്യേകം പ്രാർത്ഥിച്ച് എനിക്ക് എൻ്റെ ദൈവം മുമ്പാകെ അവനൊരു മാറ്റം തരും. അതിനെന്ത് ചെയ്യണം? സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം, അവൻ പ്രവർത്തിക്കുന്ന സമയത്തേക്ക് കാത്തിരിക്കണം. ഇത് നമുക്ക് സാധ്യമാവുന്നുണ്ടോ? മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മൂന്നാമത്, ദേവാലയം ദൈവബന്ധത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന മൂന്നാമത്തെ കാര്യം, ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. അവോയ്ഡ് യുവർ വിക്കഡ് വേയ്സ്. ദുർമാർഗങ്ങൾ എന്തായിരിക്കാം? ഈ ദുർമാർഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വ്യഭിചാരം ചെയ്യരുത്, കൊലപാതകം ചെയ്യരുത്, ഇതൊക്കെയാണ് ദുർമാർഗങ്ങൾ. ആണോ? ഇത് മാത്രമാണോ? ഞാനതിന് ഉദാഹരണമായിട്ട് എടുക്കുന്ന പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എൻ്റെ അച്ഛാ കേട്ട് കേട്ട് ഞങ്ങൾ മടുത്തതാ. യോനായുടെ പുസ്തകമാണ്. ഓ, ഞങ്ങളിതെത്ര കേട്ടതാ, കേട്ടിട്ട് കാര്യമല്ലോ ഉണ്ടോ? നമ്മൾ എത്രയോ വർഷമായി യോനായെ കുറ്റം പറയാൻ തുടങ്ങിയിട്ടല്ലേ? ഞാൻ തന്നെ എല്ലാ 3 നോമ്പിലും പുള്ളിയെ ഒരു 10 കുറ്റം. പക്ഷേ യോനായെ കുറ്റം പറയുന്ന നമ്മൾ ഈ നിനിവ ജനത്തെക്കുറിച്ചൊന്ന് പഠിക്കണം. യഹോവയായ ദൈവം തൻ്റെ പ്രവാചകനായ യോനായോട് പറഞ്ഞു, നീ നിനിവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. ഞാൻ തുടക്കത്തിൽ എൻ്റെ പ്രസംഗം പറഞ്ഞപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞപ്പോൾ തന്നെ ഇഷ്ടപ്പെടാത്ത പലരും ഇതിനകത്തിരിപ്പുണ്ട്, ഇല്ലേ? അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാലും എനിക്കുള്ളിൽ ഒരു ചെറിയ പേടി അതുകൊണ്ട് ഞാൻ എൻ്റെ വണ്ടി അങ്ങ് മാറ്റിക്കൊണ്ടിട്ടിട്ടാണ് വന്നേ. കാരണം ഈ തുമ്പമണ്ണിലും കണ്ട പണ്ട് ഒരാൾ ഒരച്ചെന്ന് പറയുന്നു, ഒരച്ഛൻ്റെ കാറ്, ഈ പള്ളിയല്ല, തുമ്പമൺ ഭദ്രാസനത്തിൽ. അതുകൊണ്ട് എന്നോട് ഒരു അപ്പച്ചൻ പറഞ്ഞു, അങ്ങ് മാറ്റിയിട്ടാൽ മതി എന്ന് പറഞ്ഞു. നിനിവ ജനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവരുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ്, വിനോദം എന്താണെന്ന് അറിയാവോ? മറ്റൊരുവൻ്റെ വേദന കണ്ട് കൈയടിക്കുക എന്നുള്ളതായിരുന്നു. കളോസിൽ ഇൻസെൻസിറ്റിവിറ്റി എന്നൊരു വാക്ക് പറയുന്നുണ്ട്. ഞാനിത് ഈ അടുത്തിടെ തന്നെ മറ്റൊരു പ്രസംഗത്തിൽ ഉപയോഗിച്ചതാണ്. ഭീകരമായ നിർവികാരത നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇന്ന് അതുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാവോ? അവൻ 24 മണിക്കൂറും കളിക്കുന്ന ഗെയിം എന്നാ? കൊല്ലടാ കൊല്ലടാ, വെട്ടടാ കൊല്ലടാ കൊല്ലടാ. ഇത് പറഞ്ഞ് അവൻ്റെ മനസ്സിനകത്ത് യാതൊരു നൈർമല്യവും ഹൃദയവിശുദ്ധിയും ഇല്ല. അതുകൊണ്ട് നമ്മൾ പേടിച്ച കുഞ്ഞുങ്ങളെ വളർത്തുന്നല്ലേ. ഞാനൊരു എൻജിനീയറിംഗ് കോളേജിൻ്റെ വാർഡനായിരുന്നു.
എൻ്റെ തമ്പുരാൻ എന്നെ കാത്തുകൊണ്ട് ജീവനും കൊണ്ട് അവിടുന്ന് പോന്നാ. ഒരിക്കൽ രാത്രി 12:30 ഞാൻ ഹോസ്റ്റൽ വിസിറ്റ് ചെയ്യാൻ പോയി. അന്ന് എനിക്ക് പ്രത്യേകിച്ച് വേറെ എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിള്ളേരെ നോക്കാൻ പോയതാണ്. അപ്പം എൻ്റെ അപ്പൻ ഒരുവിധം ബ്രാൻഡൊക്കെ അടിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് സൈഡിൽ കൂടെ ഒരു ഇത് പോയാൽ ഞാൻ പിടിച്ചെടുക്കും. ഇപ്പോൾ രാത്രി ഇവന്മാർ കൂടി ഇരുന്നിട്ട് ഇടുക്കി ഗോൾഡ് വലിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ പിടിച്ചു. 6 പേരുണ്ട്. എന്നേക്കാൾ നല്ല ഒത്ത സൈസായ ജിമ്മിൽ പോകുന്നവന്മാരാണ്. പക്ഷേ എനിക്ക് ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്നെ മൊത്തത്തിലങ്ങ് വിറയ്ക്കും. അപ്പം എനിക്ക് കൈ കൊണ്ടടിച്ചിട്ട് എൻ്റെ കൈ തരിച്ചതല്ലാതെ അവൻ ഏശുന്നില്ല. ഞാൻ എന്നെ അടുത്ത് ദേഷ്യം സഹിക്ക വയ്യാതെ എൻ്റെ ചെരുപ്പൂരി ഞാൻ അവനെ അടിച്ചു. 2-3 എണ്ണത്തിന് കൊടുത്തു. രാത്രി മുഴുവൻ ഞാൻ അവന്മാരെ നിന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നാളെ നേരം വെളുക്കുന്നുണ്ടെങ്കിൽ നീയൊക്കെ വീട്ടിൽ ഇരിക്കുമെന്ന് പറഞ്ഞു. സസ്പെൻഷൻ ഉറപ്പാന്ന് പറഞ്ഞു. അവന്മാരൊരക്ഷരം എന്നോട് മറുത്ത് പറയുന്നു. അവന്മാരൊരു തോണ്ടിയാൽ താഴെ വീഴാനുള്ള ആളേ ഉള്ളൂ ഞാൻ. ഒരക്ഷരം എന്നോട് ഇവന്മാർ മറുത്ത് പറയുന്നു. ഇതൊരു ഒക്ടോബർ മാസം അവസാന കാലം. ഞാൻ പരിമലയ്ക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുക. ഞാൻ ഇത്ര കഠിന ഹൃദയനായി ഇവന്മാരെ തല്ലിപ്പഴിപ്പിച്ച് ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ വിറച്ച് നിൽക്കുമ്പം അതിനകത്തൊരു ഓർത്തഡോക്സുകാരൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാണ്: ഇത്രയേറെ തലകുനിച്ച് നിന്ന് ഇനി ഞങ്ങളെ ജീവിതത്തിൽ ആവർത്തിക്കത്തില്ല എന്ന് പലകുറി ഏറ്റു പറഞ്ഞിട്ട് ഞങ്ങളോട് കരുണ തോന്നാത്ത അച്ഛൻ ഇനി പരിമലയ്ക്ക് നടന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ അച്ഛാ? അവൻ അത്രയും ബുദ്ധി വന്നത് എനിക്ക് ഭയങ്കര അതിശയമായിപ്പോയി. പക്ഷെ അവൻ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ആണോ? അവരനോട് കരുണ തോന്നാത്ത ഞാൻ എൻ്റെ കാല് പൊട്ടിച്ച് പരിമലയുടെ മണ്ണിലേക്ക് ചവിട്ടിയിട്ട് എന്ത് പ്രയോജനം? ഞാൻ അവന്മാരെ വെറുതെ വിട്ടു. ഇന്ന് ആ കുഞ്ഞുങ്ങളെല്ലാം നല്ല മിടുക്കരായിട്ടിരിപ്പുണ്ട്. നിനുവാചനത്തിൻ്റെ ഏറ്റവും വലിയ പാപം, അവർക്കൊരു ആംഫി തിയേറ്റർ പോലെ ഒരു സ്റ്റേഡിയം ഉണ്ട്. അതിനകത്ത് അവരുടെ ഏറ്റവും വലിയ വിരോധം പാവപ്പെട്ട മനുഷ്യരെ കൊണ്ട് നടുക്ക് നിർത്തും, വന്യമൃഗങ്ങളെ അഴിച്ചുവിടും. ജീവരക്ഷയ്ക്ക് വേണ്ടി ഈ മനുഷ്യരിങ്ങനെ അയ്യം വിളിച്ചോടുമ്പം ഇവരെ ഈ വന്യമൃഗങ്ങൾ പിടിച്ച് കടിച്ചു കീറി കൊല്ലുന്നത് കണ്ട് കൈയടിച്ച് ആഹ്ലാദിച്ചിരുന്ന ജനമായിരുന്നു ആര്? നിനുവാചനം. മറ്റൊരുവൻ്റെ വേദന, മരണകരമായ വേദന കണ്ട് ആസ്വദിച്ചിരുന്നവരായിരുന്നു നിനുവാചനം. ഈ ജനത്തെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് അവന്മാരുടെ അടുക്കലോട്ട് പ്രസംഗിക്കാൻ. ഇപ്പം മനസ്സിലായോ? ഇനി യോനായെ കുറ്റം പറയാവോ? ഇനിയും ദൈവം യോനായെ പിടിച്ച് ഉഴച്ച് തിരിച്ചു കൊണ്ടുവന്ന് നിനിവേലേക്ക് ഇട്ടു. അതൊന്നും ഞാൻ പറയുന്നില്ല. യാതൊരു ആത്മാർത്ഥതയില്ലാത്തൊരു പ്രസംഗം, മനുഷ്യൻ്റെ അനുതാപം ആഗ്രഹിക്കാത്തൊരു പ്രസംഗം യോന നടത്തി. എന്താ? 40 ദിവസത്തിനകം നിനിവ നശിക്കും. നിങ്ങൾ 3 ദിവസം പ്രസംഗം കേട്ടു. ആദ്യത്തെ ദിവസത്തെ തലക്കുറി വാക്ക് തന്നെയായിരുന്നു. ഇതിനകത്ത് യാതൊരു ആശ്ചര്യമില്ല. നമ്മളെല്ലാം ഓർത്തഡോക്സുകാരല്ലയോ? ഏതായാലും ഒരു 4-5 സ്പീക്കർ വെച്ചത് നന്നായി. നാട്ടുകാരുടെ കിടക്കപ്പുറത്ത് ഞാൻ കളഞ്ഞിട്ട് നമ്മൾ ചൊവ്വായില്ലെങ്കിലും നാട്ടുകാർ മുഴുവൻ അടുത്ത കൊല്ലം കഴിയുമെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ ചെവിയിലോട്ട് തന്നെ. നിനുവാചനത്തോട് ആദ്യം പറഞ്ഞ ഒറ്റ പ്രസംഗം, 40 ദിവസത്തിനകം നിനുവ നശിക്കും. നമ്മൾ ഇത്രയും വർഷം ഈ പരിമലത്തിന് വേണ്ട കൺവെൻഷൻ കേട്ട് നമുക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് പറ. വന്നിരുന്നിട്ടുണ്ട്, വികാരിയച്ചന്മാർ മാറി മാറി ഇരുന്നിട്ടുണ്ട്, പ്രസംഗിച്ചവരും മാറി മാറി. അവിടെയാണ് ഇത്. ഞാൻ നിങ്ങളെ വന്നപ്പോൾ തൊട്ടച്ഛൻ പരിഹസിക്കുകയാണല്ലോ, കുറ്റപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. എൻ്റെ ആത്മഭാരത്തിൽ നിന്ന് ഞാൻ പറയും. നമ്മളൊരു സഭയായി സമൂഹമായി നിന്നിട്ട് പ്രത്യേകിച്ച് യാതൊരു പ്രതിഫലനങ്ങളും നമ്മളിൽ നിന്നുണ്ടാകുന്നില്ല എന്ന് മറ്റ് സമൂഹം പറയുക. ഈ അടുത്തിടയിൽ ഒരു ഇൻ്റർവ്യൂ കേട്ടത് ഇങ്ങനെയാണ്: 30 വർഷത്തിനകം യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ കേരളത്തിൽ നിന്ന് ഇല്ലാതാകുമെന്ന് പറഞ്ഞ്. കോർപ്പിസ്കോപ്പ പോകാനുള്ള പ്രായം പോലും ആകത്തില്ല അച്ഛാ. അച്ഛനൊക്കെ രക്ഷപ്പെടുമായിരിക്കും. 60 വയസ്സ് പോലും എനിക്കാകത്തില്ലെന്ന് ഓർത്തിട്ടാ. അതായത് സന്യാസി ചെയ്തുകൊണ്ട് എനിക്കൊരു ആശ്രമമുണ്ട്, കുർബാനയിൽ ഇരിക്കും, ആരും ഇല്ലെങ്കിലും. അജിനച്ചൻ്റെ കാര്യം എന്നാ ചെയ്യും? ലിജിനച്ചൻ്റെ കാര്യം എന്നാ ചെയ്യും? ആശ്രമത്തിൽ വരും, സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷെ നിനുവാചനം ചെയ്ത 3 പടികളുണ്ട്. അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. നിനുവാചനം ചെയ്ത ആദ്യത്തെ, ഈ നടുക്കുന്ന പ്രസംഗം കേട്ടപ്പോൾ ആദ്യം ചെയ്തത്
അക്നോളജ്മെൻ്റ് ഓഫ് ഗിൽറ്റ് ബൈ ഔട്ട്വേർഡ് ആക്ഷൻസ്. ആദ്യത്തെ അവരുടെ നടപടി ബാഹ്യമായ അനുതാപത്തിൻ്റെ പ്രകടനങ്ങളിലേക്ക് അവർ പ്രവേശിച്ചു എന്നുള്ളതാണ്. അവരെന്ത് ചെയ്തു? രാജാവ് തൊട്ട് അവരുടെ എല്ലാ രാജവസ്ത്രങ്ങളെയും സിംഹാസനങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവർ തങ്ങളേതുമല്ല എന്ന് ദൈവസന്നിധിയിൽ പ്രകടമാക്കേണ്ടതിന് ചാക്ക് ധരിച്ച് ഇരട്ടിലും വെണ്ണീറിലും ഇരുന്നു. ബാഹ്യമായ പ്രകടനങ്ങളിലൂടെ അവരൊന്നാം പടി ചവിട്ടി, ഞങ്ങളേതുമല്ല. നമ്മുടെ തലമുറ ഇന്ന് ചോദിക്കുന്ന ചോദ്യം, അച്ഛൻ നോമ്പെടുക്കേണ്ട കാര്യമുണ്ടോ? ഇറച്ചിയും മീനും കൂട്ടാതിരുന്നുകൊണ്ട് സ്വർഗത്തിലോട്ട് പോകും ആരെങ്കിലും? നമ്മൾ ചോദിക്കും ചോദ്യം, 50 ദിവസത്തെ നോമ്പെന്നൊക്കെ പറഞ്ഞ് നമുക്കങ്ങ്. പക്ഷേ ഡോക്ടർ പറയുക 3 ബ്ലോക്ക് ഉണ്ട്, നടക്കാൻ പറഞ്ഞാൽ പട്ടി നടക്കുന്ന പോലെ നമ്മൾ നടക്കും. പക്ഷെ നോമ്പെടുക്കാൻ പറഞ്ഞാൽ നമ്മൾ അവിടെയാണ്. പരിമലയിലേക്ക് നിങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം. എന്നെ മാനസാന്തരപ്പെടുത്തിയതൊരു തെരുവ് പട്ടിയാണ്. ഞാൻ എല്ലാ വർഷവും പരിമലയിലെടുത്ത് നടക്കും. എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു പറയാൻ. നല്ല പള്ളി കിട്ടണം, തിരുമേനിക്ക് എന്നോട് കരുണ തോന്നണം, എന്നെ പെട്ടെന്ന് വല്ല സ്ഥാനങ്ങളിലൊക്കെ ആക്കണം, ഇങ്ങനെയൊക്കെ ആദ്യകാലങ്ങളിൽ എനിക്ക് പക്വതയില്ലാത്ത കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാൻ ഇടിഞ്ഞല്ലത്ത്, കോട്ടയത്തു നിന്ന് എല്ലാ വർഷവും നടക്കുന്നത്, ഇടിഞ്ഞല്ലത്തു നിന്ന് ഇങ്ങനെ നടന്നപ്പം ഒരു തെരുവ് നായ എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. അപ്പോൾ കുരിശ് പിടിച്ചുകൊണ്ട് നടക്കുന്ന തങ്കച്ചായൻ ഒരു കല്ലെടുത്ത് പട്ടിക്കിട്ട് എറിയാൻ നോക്കിയിട്ട് പട്ടി മാറുന്നില്ല. പട്ടി മാന്നാർ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാന്നാർ അടുക്കായപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, പട്ടി നടന്നു, നോബിനച്ചനും നടന്നു, എന്നാ പ്രത്യേകത? എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങ് സുഖിച്ചല്ലയോ? നിങ്ങളുടെ ഓരോരുത്തരും പേര് ഈ പട്ടിയുടെ കൂടെ വെച്ചൊന്ന് നോക്കി. നമ്മൾ നടന്നതുകൊണ്ട് ആർക്കാ പ്രയോജനം? ഒരിക്കൽ മാവേലിക്കര ഭദ്രാസനക്കാർ, യുവജന പ്രസ്ഥാനക്കാർ ഈ സഭയിലെ സമൂഹത്തിൽ ഏറ്റവും വലിയ സാക്ഷ്യം നടത്തിയ കാര്യം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാവോ? ഈ പരിമലയ്ക്ക് നടന്നവന്മാർ തിന്നു കളഞ്ഞ സാധനങ്ങൾ തൂത്തുവാരി എന്നുള്ളതാണ്. സത്യത്തിൽ പരിമലയിൽ നടപ്പുകൊണ്ട് പലരും ചെയ്യുന്നത് ദ്രോഹമാണ്. കാരണം വഴി നിറച്ച് തീറ്റിയാ, മേടിച്ച് അവസാനം അങ്ങോട്ട് ചെല്ലുമ്പോൾ നടക്കാൻ മേല നമുക്ക്. പായസവും ഐസ്ക്രീമും അല്ലേ. ഒരിക്കൽ എൻ്റെ കൂടെ നടന്നൊരു പെങ്കൊച്ച് ഒരു വലിയ ബിക്ഷോപ്പർ അവളുടെ കയ്യിലുണ്ട്. ഞാൻ നോക്കിയപ്പോൾ മുഴുവൻ സാധനം കാണാൻ നല്ല മിടുക്കിയാണ്, നല്ല ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ട്. അവൾ മേടിച്ചിടുക. അപ്പം ഞാൻ ചിന്തിച്ചു, ഇവക്കൊരു നാണോമാനം ഇല്ലേ? പക്ഷേ അവളെന്നെ അത്ഭുതപ്പെടുത്തി. ആ പരിമലയുടെ ഈ പാലത്തിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ അവൾ എന്നാ ചെയ്തു? കൈ കിട്ടിയ സാധനങ്ങളൊക്കെ അവിടെ ഇരുന്ന ഭിക്ഷക്കാർക്ക് പെറുക്കിക്കൊടുത്ത് കാലിയായ കവറുമായിട്ട് അവൾ പരിമല ചവിട്ടിയത്. അതൊരു മാതൃകയായിരുന്നു. നമ്മളെന്താ പരിമല നടന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? അവിടെയാണ് ചെന്നത്. നിങ്ങളുടെ ഈ ആദ്യ പടി, അനുതാപത്തിൻ്റെ ആദ്യ പടിയാണത്, പരിമലയിലേക്കുള്ള നടത്തം. ആ നടപ്പിൽ മുഴുവൻ നിങ്ങൾ ധ്യാനിക്കേണ്ടുന്ന ഒരു കാര്യം എന്താ? ഈ പിതാവ്, ഞങ്ങളുടെ സഭയിലെ ഈ വിശ്വാസത്തിൽ ജീവിച്ച് ഈ ആരാധന നിർവഹിച്ച് ഈ പിതാവ് എങ്ങനെയപ്പാ നിന്നെ പ്രീതിപ്പെടുത്തിയോ, എങ്ങനെയപ്പാ നിന്റെ സന്നിധിയിൽ നിനക്ക് ഇമ്പകരമായി ജീവിച്ചുവോ, അതുപോലെ ജീവിക്കാൻ സുഗന്ധം വമിക്കുന്നൊരു ജീവിതമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ, ഞങ്ങൾ തെറ്റിപ്പോയാലും ഞങ്ങളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ ഞങ്ങളെ സാധ്യമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം. നടക്കുമോ? എന്നെ രൂപപ്പെടുത്തണം, രൂപാന്തരപ്പെടുത്തണം, എൻ്റെ ജീവിതം ഒരു സുഗന്ധമാക്കണമെന്ന് പറയണം. അതുകൊണ്ടല്ലേ നമ്മൾ കാണാത്തൊരു പിതാവിൻ്റെ അനുസ്മരണത്തിൽ നമ്മളിങ്ങനെ കൂടിയിരിക്കുന്നത്. നിനുവാ ജനം ആദ്യം ചെയ്തത് അവരുടെ ബാഹ്യമായ പ്രകടനമാണ്. എന്തിനു വേണ്ടിയാ? ദേശത്തിൽ ഇനി യാതൊരു വ്യത്യാസവുമില്ല. മറ്റൊരുവൻ എനിക്ക് ചെറുതാണെന്നും അവൻ്റെ വേദന, അവൻ്റെ ജീവിതം എനിക്ക് രസിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ മനുഷ്യര് എന്ത് ചെയ്തു? ഇനി ഞങ്ങൾ സമരാണ്, ഞങ്ങൾ മണ്ണിനോട് ചേർന്നവരാണെന്ന് ആദ്യം അവർ പ്രഘോഷിച്ചു. അക്നോളജ്മെന്റ് ഓഫ് ഗിൽറ്റ് ബൈ ഔട്ട്വേർഡ് ആക്ഷൻ. 2, ഫോക്കസ് ടു ദ ഇന്നർ ബീയിങ്. അവരെന്ത് ചെയ്തു? തങ്ങളുടെ ഉണ്മയിലേക്ക് തന്നെ ഒന്ന് നോക്കി. ഞാൻ ശരിയാണോ? ഇല്ലാത്ത കുഴപ്പം എന്നാ? നമ്മൾ പലപ്പോഴും നമ്മളെ നോക്കാൻ മടിക്കുന്നവരാ അല്ലേ? കുടുംബജീവിതത്തിലെ പ്രതിസന്ധികൾ നിങ്ങൾ നോക്കിക്കേ. എന്തുകൊണ്ടാണ് വരുന്നത്? ഞാൻ ശരിയും എനിക്കെതിരെ നിൽക്കുന്നവൻ തെറ്റുമാണെന്ന ബോധ്യം. അവിടെ നിങ്ങൾ ഓർത്തേ, എനിക്കെതിരെ നിൽക്കുന്നവന് പറയാനും ഒരു കഥയുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. വേണ്ടേ? ഇതിനെന്ത് ചെയ്യണം? നമ്മൾ ഏകമായിരിക്കുന്ന, എന്തിനാണ് ഈ തുമ്പമൺ പള്ളി എന്ന് ചോദിച്ചാൽ, ആ പള്ളി രാവിലെ എല്ലാം തുറന്നെടുത്തില്ലേ ചാ? ഈ ദേശത്തിന് നടുവിൽ എന്തിനാണ് ദേവാലയം എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ നിങ്ങൾക്ക് ആരോടും പറയാൻ കഴിയാത്തൊരു കാര്യം വരുമ്പം ആ പള്ളിക്കുള്ളിലേക്ക് ശാന്തമായിട്ട് നിങ്ങളൊന്ന് പോയിരിക്കണം. എന്നിട്ട് ദൈവത്തോട് സംസാരിക്കണം. അപ്പോൾ ഞാനിവിടെ തിരുത്തേണ്ടുന്നത്, അവിടെ ചോദിച്ചിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പം നിങ്ങളൊരു പുതിയ മനുഷ്യരാകും. അവനവനെ തന്നെ നോക്കണം. നിനുവാചനം
തങ്ങളെ തന്നെ നോക്കി. മറ്റുള്ളവരെ മുറിപ്പെടുത്തിയവർ എന്തു ചെയ്തു? ഇനി അവർ തിരിച്ചറിഞ്ഞു, ഇനി മുറിവുകളെ സൗഖ്യമാക്കണം. ഇനി അടുത്തത് ലാസ്റ്റ് അവർ ചെയ്തൊരു കാര്യം എന്താണ്? അതാണ് എനിക്ക് വേദപുസ്തകത്തിൽ, യോനായുടെ പുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു അവരെക്കുറിച്ചുള്ള അഭിമാനകരമായ കാര്യം. അക്നോളജ്മെൻറ്റ് ഓഫ് ഗോഡ് ഫ്രീഡം ഇൻ ഹൗ ഹി വിൽ റെസ്പോണ്ട് ടു അവർ റിപ്പൻറ്റൻസ്. നമ്മുടെ അനുതാപത്തോട് അവൻ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്തു. നമ്മൾ കുമ്പസരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പിടിവാശിയുണ്ട്, ദൈവം എല്ലാം ക്ഷമിച്ചിരിക്കണം. അങ്ങനെ പിടിവാശി പിടിക്കാൻ പറ്റുമോ? അങ്ങനെ പിടിവാശി ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും അതേ പാപം തന്നെ, അല്ലേ? ഒരു വികാരിയച്ഛൻ 3 വർഷം ഒരു പള്ളിയിലിരുന്ന് 3-ാം വർഷമാകുമ്പം തങ്കച്ചായൻ കയറി വരുമ്പോഴേ അറിയാം തങ്കച്ചായൻ്റെ കാര്യം. കാരണം എന്നാ? നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയുള്ളൂ നമുക്ക് വീണ്ടും. കാരണം നമ്മുടെ ധാരണ എന്നാ? നമ്മൾ പറഞ്ഞാൽ നമ്മളൊന്ന് കയറി വന്നാൽ മതിയെ തമ്പുരാനെല്ലാം. അവിടെയാണ് നിനുവചനം പറയുന്നു, അവൻ പൊറുക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അനുദപിക്കുക എന്ന ഞങ്ങളുടെ കടമ ദൈവസ്ഥനെ നിർവഹിച്ച് അവൻ്റെ സ്വാതന്ത്ര്യത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. അതുകൊണ്ട് ആ പുസ്തകം അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? വേദപുസ്തകത്തിലേക്ക് ഞാൻ പറയും, ഏറ്റവും മനോഹരമായൊരു കൺക്ലൂഷനുള്ളൊരു പുസ്തകം, ഉത്തരമില്ലാത്ത ചോദ്യത്തോടു കൂടി അവസാനിക്കുന്ന പുസ്തകം യോനായുടെ പുസ്തകമാണ്. എന്താണ് ചോദ്യവും ഉത്തരവും? ചോദ്യം ഇതാണ്: ആവണക്ക് നിമിത്തം ക്രോധം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന യോനായോട് യഹോവയായ ദൈവം ചോദിക്കുകയാണ്, നീ അധ്വാനിക്കുകയോ നീ വളർത്തുകയോ ചെയ്തിട്ടില്ലാത്ത ആവണക്കിനോട് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവെങ്കിൽ, ഇടം കൈയും വലം കൈയും തിരിച്ചറിവില്ലാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും കന്നുകാലികളുമുള്ള ഈ നിനുവാചനത്തോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ? ഈ ദുഷ്വഴികളെ, വിക്കഡ് വേയ്സ്, അതിനെ ഉപേക്ഷിച്ചാലുള്ള അനുഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. അവൻ്റെ കരുണ ഇളകും. എന്തിനാണ് ദൈവാലയം എന്ന് ചോദിച്ചാൽ, മൂന്നാമത് അവൻ്റെ കരുണയെ ഇളക്കാനുള്ള, നമ്മുടെ ദുർഭാഗ്യങ്ങളെ വിട്ടുതിരിയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഇടമാകണം നമ്മുടെ പള്ളി. ഈ 3 കാര്യങ്ങളാണ് ദൈവാലയത്തിൽ വന്ന് ചെയ്യണമെന്ന് ഞാൻ ബോധപൂർവ്വം ഓർപ്പിച്ചത്. എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പ്രതിഷ്ഠിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ദൈവം കൊടുത്ത ഉത്തരം, ഐ നീഡ് മൈ പീപ്പിൾ ആസ് എ കവനന്റ് കമ്മ്യൂണിറ്റി. ഉടമ്പടിയുടെ ജനമായി എനിക്കവരെ വേണം. ദേശത്ത് ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ, ദേശത്തിന് വെട്ടിക്കളി വരാതിരിക്കാൻ, മഴ തടുക്കാതിരിക്കാൻ, ഈ ജനത്തിന് അനുഗ്രഹം ലഭിക്കേണ്ടതിന് അവരെന്ത് ചെയ്യണം? എന്നോട് വിശ്വസ്തരായിരിക്കണം. 3 കാര്യങ്ങൾ, 3 കണ്ടീഷൻസ് ദൈവം ആവശ്യപ്പെടുന്നതാണ് ഞാൻ പറഞ്ഞത്. 1, തങ്ങളെ തന്നെ, ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നല്ലോ അല്ലേ, തങ്ങളെ തന്നെ താഴ്ത്തണം. എളിമ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മുൻപാകെ വെറുതെ തലകുനിക്കുന്നതിൻ്റെ പേരല്ല, ഉണ്മയിലുള്ള, നമ്മളെ തന്നെ ശൂന്യമാക്കി ദൈവം നിറയ്ക്കുന്ന ആ അനുഭവത്തിൻ്റെ പേരാണ് താഴ്മ. ക്രിസ്തു ധരിച്ച താഴ്മ, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യുന്ന താഴ്മ. തങ്ങളെ തന്നെ താഴ്ത്തണം. 2 എന്താ പറഞ്ഞത്? ഏതായാലും ദുർമാർഗങ്ങളല്ല 2 പറഞ്ഞത്. ഏതായാലും ഇന്ന് പോകുന്ന വഴി ഞാൻ തട്ടിപ്പോയാലും കർത്താവ് എന്നോട് ചോദിക്കും, നീ തുമ്പപ്പള്ളിപ്പള്ളി പോയിട്ട് എന്നാ കാര്യം ഉണ്ടായി? ഞാൻ പറയും, പ്രത്യേകിച്ച് കർത്താവ് ഒരു കാര്യവും. എൻ്റെ മുഖം അന്വേഷിപ്പിൻ. നിങ്ങളുടെ ദേവാലയം ഒരു പലചരക്ക് കടയല്ല. നിങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ആവശ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന അത്ഭുത കാരണങ്ങളുടെ ഇടമല്ല, മറിച്ച് എൻ്റെ ദൈവത്തിൻ്റെ മുഖം ഞാൻ അന്വേഷിക്കുന്ന, ആ മുഖം കണ്ട് ഞാൻ തെളിയുന്ന ഇടമാണ് എൻ്റെ ദേവാലയം. 3, ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. നിനിവാചനം നമ്മളോട് പറഞ്ഞു, യഹോവ അനുദപിക്കാൻ പറഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ വീണ്ടും തിരിയാതെ വണ്ണം അതിൻ്റെ മുൻപാകെ എൻ്റെ എല്ലാ വഴികളെയും, അശുഭകരമായ വഴികളെയും ഞാൻ അടയ്ക്കുന്നുവെന്ന് പറയും. ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. മഹാഭാരതത്തിലെ ഭീഷ്മർ പറഞ്ഞ കഥയാണെന്ന് പറയുന്നത്. ഒരിക്കലൊരു സന്യാസിക്ക് ഒരു പട്ടിക്കുട്ടിയെ കിട്ടി. ചാകാറായി കിടന്നൊരു പട്ടിക്കുട്ടി. സന്യാസി ഇതിനെ എടുത്തുകൊണ്ട് ആശ്രമത്തിൽ വന്നു. പാലും ചോറും ഒക്കെ കൊടുത്ത്
വളരെ സ്നേഹപൂർവ്വം സന്യാസി പട്ടിക്കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നു. പട്ടിക്കുട്ടി കഞ്ഞിയൊക്കെ കുടിച്ച് നല്ല ഗുണ്ടുമണിയായി. ഇങ്ങനെ സന്യാസിയുടെ കാലിന് ചുറ്റും ഇങ്ങനെ ഓടിക്കളിച്ചിങ്ങനെ നടക്കുമ്പം ഒരിക്കൽ ആശ്രമ മുറ്റത്തേക്ക് ഒരു ചെന്നായി ചാടി വന്നു. പട്ടിക്കുട്ടി പേടിച്ചു പോയി. പട്ടിക്കുട്ടി ഓടി സന്യാസിയുടെ അടുക്ക ചെന്നു. സന്യാസിക്ക് കാര്യം പിടികിട്ടി. സന്യാസി എന്ത് ചെയ്തു? മന്ത്രം ചൊല്ലി ഇവനെ ഒരു ചെന്നായിയാക്കി. ഇവൻ അഹങ്കാരമായി. ഇനിയും ചെന്നായെ പേടിക്കണ്ട. കാട്ടിലോട്ട് പോയി. കാട്ടിൽ ചെന്നപ്പോഴാണ് ദാണ്ട്ര ഒരു കടുവ മുന്നിലോട്ട് വരുന്നു. ചെന്നായായ നായ്ക്കുട്ടി പേടിച്ച് തിരിച്ച് ആശ്രമത്തിൽ വന്നു. സന്യാസി മന്ത്രം ചൊല്ലി ഇവനെ ഒരു കടുവയാക്കി. അഹങ്കരിച്ച് ഇവൻ കാട്ടിലോട്ട് പോയപ്പോഴാണ് മതവിളകിയ ഒരു ആന വരുന്നു. കടുവയായ നായ്ക്കുട്ടി തിരിച്ച് ആശ്രമത്തിൽ വന്നു. സന്യാസി മന്ത്രം ചൊല്ലി ഇവനെ വലിയൊരു കൊമ്പനാനയാക്കി. ഇവനിങ്ങനെ അഹങ്കരിച്ച് കാട്ടിലോട്ട് നടക്കുമ്പം ആനയുടെ മസ്തകത്തടിച്ച് വീഴ്ത്താൻ കഴിവുള്ള ഒരു സിംഹം നടത്തി വരുന്നു. ആനയായ നായ്ക്കുട്ടി തിരിച്ച് ആശ്രമത്തിൽ വന്നു. സന്യാസി മന്ത്രം ചൊല്ലി ഇവനെ ഒരു വലിയ സിംഹമാക്കി. ഇവൻ കാട്ടിലെ രാജാവായി. ഇനി ഇവൻ ആരെയും പേടിക്കണ്ട. ഇവനിങ്ങനെ അഹങ്കരിച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് ഇവനൊരു കാര്യം ശ്രദ്ധിച്ചു. കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഈ സന്യാസിയായിട്ട് നല്ല ബന്ധമാണ്. ഇവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് ആശ്രമത്തിൽ പോകുന്നുണ്ട്. എൻ്റെ പഴയ കഥ അറിയാവുന്ന ഒരാളെ ഉള്ളൂ ഈ ലോകത്ത്. ആരാ? ഞാൻ ആരായിരുന്നു? ഒരു ഞാവാലിപ്പട്ടിയായിരുന്നു. എൻ്റെ പഴയ കഥ അറിയാവുന്ന ഒറ്റ ഒരാളെ ഈ ലോകത്തിലുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ സന്യാസി അങ്ങ് കൊന്നുകളയണം. കഥ അവസാനിക്കുന്ന ഇങ്ങനെയാണ്. അലറി വിളിച്ചുകൊണ്ട് സിംഹം ആശ്രമമുറ്റത്തേക്ക് വന്നു സന്യാസിയെ കൊല്ലാൻ. സന്യാസി മന്ത്രം ചൊല്ലി ആ പഴയ നായ്ക്കുട്ടിയാക്കി ആശ്രമത്തിൻ്റെ മൂലയ്ക്ക് കെട്ടിയിട്ടെന്ന. നമ്മൾ ഈ സഭയിൽ ജനിച്ചു വളർന്നിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പം, നമ്മളിങ്ങനെയൊക്കെ ആയിരിക്കുമ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ചിലതൊക്കെ നേടി, നമ്മൾ ചിലതൊക്കെ ആയി, നമ്മളുണ്ടത് കൊണ്ടാണ് ഇങ്ങനെ ചിലതൊക്കെ പോകുന്നത്. പക്ഷെ തമ്പുരാനൊന്ന് വിചാരിച്ചാൽ നമ്മളൊന്നും ഒന്നുമല്ല. ഈ ബോധമാണ് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യ ഘടകം. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് ആരാധന ഈ ബോധങ്ങളിലേക്ക് വഴിതെളിക്കുന്ന ആരാധനയായി പ്രശോഭിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ രൂപപ്പെടുത്തട്ടെ, നിങ്ങളുടെ ജീവിതത്തിന് സൗഖ്യവും സൗരഭ്യം പകരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.